ഗൈസ് നമ്മൾ ആ ഏരിയ കണ്ടുവെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഡാമാണ്. അതിലേക്കുള്ള കവാടമാണത്. ഈ കവാടം കടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാമുള്ള സ്പോട്ട് കാണാം. ഗൈസ് റേഞ്ച് ഇല്ല, അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഉണ്ടോ? എയർടെൽ BSNL ഒന്നും, പക്ഷെ നമ്മളകത്ത് കയറിയിരിക്കും. ഗൈസ് ഇവിടെ വൈഫൈൻ്റെ സീനായിട്ട് മറ്റേ ക്യാഷ് എടുക്കാൻ പറ്റില്ല. അവസാനം എന്താ ഈ കാണുന്ന ഷോപ്പിലുള്ള ഏച്ചിയാണ് നമ്മളെ സഹായിച്ചത്. ഏച്ചിൻ്റെ ഷോപ്പിൽ നിന്ന് ഫ്രീ വൈഫൈ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പകത്ത് കയറാൻ പോണത്. എന്തൊക്കെ ബുദ്ധിമുട്ടല്ല, പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടായാലും നമ്മളില്ലേ വിചാരിച്ച കാര്യം നമ്മൾ നടത്തിയിരിക്കും. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ ഈവനിങ് 6 മണി വരെയാണ്. വലിയ ആൾക്കാർക്ക് 30 റുപ്യ, ചെറിയ മക്കൾക്ക് 15 റുപ്യ, പിന്നെ 2 വീലറിന് 10, 4-ന് 20, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാർ ഞങ്ങൾ അവിടെ അടിയിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നത് അതാണ് പാർക്കിംഗ് ഏരിയ. ഇപ്പം നമ്മൾ ഓൾറെഡി കാർ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കയറുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 പേരെ കൂടി 90 റുപ്യാണ് ആയത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്? അതിൽ കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ ആ ഏരിയ അടിപൊളി ഏരിയ ആണ്. നല്ലൊരു കിടക്കാച്ചി വ്യൂ ആണോ? അന്തസ്. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട ഈ പോർഷനില്ലേ, ആ പോർഷൻ്റെ മേലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. അതിലേക്കുള്ള എൻട്രി ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ഏരിയ. അങ്ങനെ നമ്മളപ്പം ഇപ്പം എന്താ വെച്ചാൽ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ പ്രതീക്ഷിച്ച് എന്താ വെച്ചാൽ നല്ല മഴ ഉണ്ടാവും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഒരു മഴയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയിൽ ക്ലൈമറ്റ് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ മറ്റേ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നുമില്ല. ബോട്ട് സർവീസ് ഞാൻ ഒന്നവിടെ കണ്ടത് ഓൾമോസ്റ്റ് ആയ ബോട്ടാണ്. വെള്ളം വ്യവസ്ഥയല്ലേ? ആക്കോടി ബോട്ടിന്റെ അതുകൂടി ഉണ്ട്. ചിലപ്പോൾ അട്ടാറ് സാരല്ലേ അവിടെ വരെ ഉണ്ടോ? ഇവിടുന്ന് കുറേ പോകുന്നത് എന്താണെങ്കിലും നല്ല നമുക്ക് നല്ല ക്ലൈമറ്റ് അടിപൊളി കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു മഴയും കാര്യങ്ങളും ഇല്ല, നല്ല ഫ്രീ സ്പേസുമാണ്, അധികം ആൾക്കാരും ഇല്ല. പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ സ്പോട്ടില്ലേ? ഇത് നമ്മുടെ 4th സ്പോട്ടാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന 5th സ്പോട്ടിലേക്കാണ്. അതേതാണ്? ജാനേക്കാട്. അത് ഇവിടുന്ന് ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 8 കിലോമീറ്റർ കൂടി കവർ ചെയ്താൽ നമുക്ക് അവിടെ എത്തും. നമുക്ക് സമയം കളയാൻ സമയമില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ. ഫുഡ് കഴിച്ചോ?
അങ്ങോട്ട് പോവാ വാ. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ ലാസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവർ പറയുന്നത് മനസ്സിലായല്ലോ, നല്ല ഹൈറ്റ്സിൽ ഫുൾ വ്യൂ 360 ഡിഗ്രി വ്യൂ കാണാം. വായോ, ഒരു മെയിൻ അന്തേവാസിയാണ് അല്ലേ? ഇതിൻ്റെ പേരെന്തൊക്കെയുണ്ടോ? ജൂലി 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 ആ നോക്കുന്നുണ്ടല്ലോ. ജൂലി എന്താണ് മാമണ്ണോ? പോട്ടെ, ഇണ്ടാ വരുന്നുണ്ടോ? പോട്ടെ. ആളാണ് കുരുത്തം കെട്ടത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച് ടവർ. ഒരു 1 2 3 ഒരു 4 റിങ് ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്നാ പോവാ. നല്ല വിഷ്വൽ ബ്യൂട്ടി കേട്ടോ അങ്ങോട്ടേക്ക്. ആ കാണുന്നത് ആ ഒരു മല, അത് കക്കയം ഡാമിൻ്റെ ഏരിയല്ലേ? അവിടെ അങ്ങോട്ട് കക്കയം ഡാമിൻ്റെ ഏരിയ ആണ്. ഈ നാട്ടിലുള്ള എല്ലാവരും പേരും കാര്യങ്ങളും ഫോൺ നമ്പർ അടക്കം ഇവിടെ ഉണ്ട്. അത്യാവശ്യക്കാർക്കാണെങ്കിൽ ഇവിടുന്ന് ഫോൺ വിളിച്ചോളൂ. നമുക്ക് ഫോണിലൊന്ന് 3 റിങ്ങേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് റിങ് കഴിഞ്ഞു. പക്ഷെ ഫസ്റ്റ് റിങ്ങുമ്പോൾ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യമല്ല, അതിന് നല്ല വിഷ്വല് കിട്ടുന്നുണ്ട്. ആ ഒരു വൈഡ് ഏരിയയിൽ കറക്റ്റ് വിഷ്വല് കിട്ടുന്നുണ്ട്. റിങ്ങാണ്, 3rd റിങ്ങാണ്. ആ ഡോറ് തോന്നിട്ട് ആ വിഷ്വൽ ബ്യൂട്ടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല അടിപൊളിയിലെ അടിപൊളി അടിപൊളി ഏരിയയാണ് ആ ഏരിയ അല്ലേ? ആരും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ. അത് കുട്ടിക്കിടക്കുന്നു. ഓക്കെ 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 ഓക്കെ. പിന്നെ കക്കയം പൊട്ടുന്നുണ്ട്. ഇതിപ്പോ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവില്ലേ? ഒരു നല്ല മഴ പെയ്താൽ ഇതിപ്പോ ഓപ്പൺ ചെയ്തുകൊണ്ടല്ലോ ഇതിന് വരുന്നത്. കക്കയം കൂടെ എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം ഉണ്ടാവും. ഇതിന് വെള്ളം ഉണ്ടാവും അല്ലേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എവിടേക്ക് മുട്ടു. അത്രയും കൺജസ്റ്റഡ് ആയ റോഡാണ്. അത്രയും നോക്കി ശ്രദ്ധിച്ച് പോയാൽ മാത്രമേ നമ്മൾ അക്കരെ എത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എത്രമാത്രം ചെറുതാണ് റോഡ് എന്ന്. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന റോഡേ ഉള്ളൂ.
ആ ചെറിയ റോഡ് കൂടെ ചെറിയ ആ റോഡാണ് അവിടെ ഉള്ളത്. കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ജാനേക്കാട്. ജാനേക്കാട്. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ചെറിയ വഴി കൂടെ വന്നിട്ട് അവസാനം ഇവിടെ എത്തി ഇരിക്കുന്നത് ഇതാ ജാനേക്കാടിലാണ്. എന്താ സംഭവം എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. ഇവിടെ എൻട്രി ഫീ എന്തോ ഉണ്ടാവും. എൻട്രി ഫീ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് എൻട്രി ഫീ നോക്കാം എത്രയാണ്, എന്നിട്ടൊന്ന് കയറിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, കൗണ്ടറിൽ പോയി ക്യാഷ് അടിച്ചു, കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു, അഡ്രസ്സും കാര്യങ്ങളും. ഈ ഇവിടുന്ന് ഉള്ളത് 500 മീറ്റർ 1 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. പാമ്പുള്ള സ്ഥലമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ 3 പേർക്കും പേടിയുണ്ട്. പക്ഷേ നമ്മളിന്ന് എക്സ്പ്ലോർ വന്നാണ്. അവസാനത്തെ എക്സ്പ്ലോർ ആയിരിക്കും വിചാരിക്കുന്നത്. പോയി നോക്കാവാ. മറ്റേ കാട്ടില്ലേ, കാട്ടുപോത്ത് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സേഫ് സോൺ എന്താ വെച്ചാൽ ഓൾറെഡി മറ്റേ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ, ഇതിൻ്റെ ക്രൂ ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഓരോ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്തെങ്കിലും കാണുമെന്ന് അറിയില്ല. എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ഭാഗ്യം. നോക്കി വെക്കാം. പക്ഷെ ഒരുപാട് ഹിഡൻ ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റ് ഇല്ലേ, ഒരു കാടിൻ്റെ ഏകദേശം ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ അവിടുന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് കാറ്റും പാമ്പും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിങ്ങോട്ട് വിടുന്നത്. പിന്നെ നമ്മളെ നോക്കേണ്ട കാര്യം നമ്മളെ നോക്കണം. നമ്മളെ നോക്കാൻ വേറെ ആരും വരില്ല. നോക്കണം. അട്ടൊന്നുമില്ലല്ലോ. അട്ട ഉണ്ടാവില്ല. ഉപ്പൊന്നുമില്ല പറഞ്ഞു. അരുണ് പറയുന്നത് ഇത് എന്തോ പോയതിൻ്റെ ഒരു ഫുഡ് മാർക്കാന്നാണോ പറയുന്നത്. ഇല്ല അരുണേ, എന്താ പോയത് നല്ലതാ ഒന്നിതാ അവിടെ ഇതാ, ഇതൊക്കെ എന്തോ പോയതിൻ്റെ സംഭവമാണ്. കറക്റ്റ് ഫുഡ് മാർക്ക് മാർക്ക് തന്നെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം എന്താ ഉള്ളത്. അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. കാരണം അവിടുന്ന് ഒരു അരുവിയും കാര്യങ്ങളും വരുന്നത്. ഇത് ഫോറസ്റ്റും അരുവിയും ഏകദേശം എടുത്തുള്ള സംഭവം. അരുൺ അവിടെ എന്തോ കണ്ടിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. എന്തായാലും അവിടെ ഉള്ളത് കുരങ്ങനോ? അരുണ് ഡോന്നൊക്കെ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അറിയുന്ന ആളായിരിക്കും. വീഡിയോ എടുത്ത ആള് വന്നിട്ടുണ്ട്. വഴിയില്ല. അതാ 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 കാട്ടി തന്നെയല്ലേ ഗൈസ്. അരുൺ എന്താ പറഞ്ഞ വെച്ചാല് പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഫോറസ്റ്റ് ഗാർഡ് എന്നാ പറഞ്ഞത്. പക്ഷെ കാട്ടി വന്ന് കാട്ടിയിട്ട് പോയാൽ കാട്ടാൻ ഒന്നും ഉണ്ടാവൂല. ശരിക്ക് ഫോറസ്റ്റ് തന്നെ അല്ലേ, ശരിക്ക് കാട്. ഇത് നമ്മൾ ഈ സിറ്റീൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഉണ്ട് നമ്മൾ ആരും വിചാരിക്കൂല. കാരണം ഓരോ നോട്ടത്തിലും ഒന്ന് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നോക്കിക്കോളൂ. ഗൈസ് അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നിട്ട്. ഇതിൻ്റെ അപ്പുറത്തെ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് മനസ്സിലാവും ഏരിയ എങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഈ വഴി അവിടെ നിന്ന് വന്ന് ഇവിടെ വരെ എത്തി. പക്ഷേ ഇവിടെയാണ് എനിക്കിപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കണ്ടത്. ഈ സമയത്ത് ഈ ഹെവി മഴയുള്ള സമയത്ത് വെള്ളം കൊണ്ട് കയറേണ്ട എല്ലാ അടയാളങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഫോഴ്സിലാണ് വരുന്ന മഴ.
അരുണ നീ ചാടിയിട്ട് അത് എടുക്ക്. മുല്ലൻകൊള്ളി മുല്ലൻകൊള്ളി വേലായി ചേട്ടാ മന വരുന്നുണ്ട്. കുറ്റാടിന്റെ കാര്യം പറയും. ഇത് ചാടിയ നേരെ കുറ്റിയാടി വെച്ചാ. ഗൈസ് ഇത് ചാടിയാൽ നേരെ കുറ്റാടി എത്താം. ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഒന്നും ഉണ്ടാവില്ല. നേരെ പെട്ടെന്ന് അവിടെ എത്താം. കാരണം അമ്മാര് അടിയൊഴുക്കും, അമ്മാര് ഫ്ലോ അല്ലേ, അമ്മാര് ഫോഴ്സ് ആയിരുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾക്കൊരു ഹെവി ഫോറസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാട്ടോ. കാരണം ചെറിയ കാടാണെങ്കിൽ പോലും കാടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണത്. അടിപൊളി സ്പോട്ടാണ് ഗൈസ്. കാരണം അത്യാവശ്യം പേടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, പക്ഷെ പേടിയല്ല, അതൊരു ജാഗ്രതേൻ്റെ ആ ഒരു സംഭവമാണ്. കാരണം ഒരു തിക്ക് ഫോറസ്റ്റാണ്. ഇവിടെ വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം ഒരു തിക്ക് ഫോറസ്റ്റാണ്. നല്ല പൊടിഞ്ഞ മഴ, എല്ലാ കാര്യങ്ങളും ഉണ്ട്, കാറ്റുണ്ട്, പാമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും നന്നായിട്ട് സൂക്ഷിക്കുക. കാരണം ഇവിടെ ആൾക്കാരും ഉള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു പടി മുന്നിൽ കാണണ്ടേ. ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ഇനി അപ്പോഴാണ് ഇവിടെ ഒരു റിസോർട്ട്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു റിസോർട്ടിൻ്റെ അകത്താണ്. അപ്പം അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇട്ടുതരാം. അപ്പം അവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു ഹട്ടുണ്ട്. ആ ഹട്ടിൻ്റെ മേലെ കയറി ഓൾമോസ്റ്റ് ഉള്ള ഏരിയ കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഒരു ആദ്യം പറഞ്ഞു ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല, ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കയറാം. പക്ഷേ എൻ്റെ കൂടെയുള്ള അരുണ് അവൻ്റെ സ്വന്തം ആളായതുകൊണ്ട്, അവനറിയുന്ന ആളായതുകൊണ്ട് ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം വായോ ആ ഹട്ട് കയറി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഹട്ട്. ഒന്ന് കയറി നോക്കാം, എന്താ ഹാലെന്ന് അറിയാലോ. അപ്പോൾ ഒരു ഗൈസ് ഇതാ ഒത്തി ഇവിടെ ഹൈറ്റ് പേടി പറഞ്ഞിട്ട് കയറാൻ പേടിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഹൈറ്റ് ഒന്നും പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുകയാണ്. വാ വാ, ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഹട്ട്. ഒരുത്തൻ ഇവിടെ ആദ്യം സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പേടിച്ച് വരുന്നുണ്ടോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. ഇതിന് ഒരു 4500 പറയുന്ന റേറ്റ്. സിംഗിൾ റൂമാണ്. ഈ വ്യൂ ഏകദേശം മൈൻഡ് എക്സ്പ്ലോറിങ് ഗൈസ്. നമ്മൾ വന്ന ആ പാലാണ് ഗൈസ്. അത് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയ പാലാണ്. ഇവിടെ ഇപ്പോൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഒരു സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്രോക്കോഡൈലും ആനയും മാനും കാര്യങ്ങൾ ഫുൾ സെറ്റപ്പാണ് ഗൈസ്. പക്ഷെ ക്ലൈമറ്റും വ്യൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. കയറിപ്പോയ ഹട്ടില്ലേ, ആ ഹട്ടിൻ്റെ ചെറിയൊരു സ്ഥലം കാണിച്ചു തരാം. അതാണ് നമ്മൾ കയറിയ ഹട്ട്. ആ ഹട്ടിൻ്റെ മേലെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കഴിച്ചത്. ഇത് നമ്മൾ മറ്റേ ഹട്ടിൻ്റെ അവിടെ നിന്ന് കണ്ട ഏരിയ ഇല്ലേ, ഹട്ടിൻ്റെ അവിടെ കണ്ടതിൻ്റെ ആ ഒറിജിനൽ വേർഷനാണ്. അതൊന്ന് പോയി നോക്കാം.
ഉള്ള കാട്ടിലും മണ്ണിലൊക്കെ പോയിട്ട് ബാഗെല്ലാം കൂടി ചളി പിടിച്ച് ആ സാധനം കണ്ടോ, നല്ല ഫോഴ്സിലാണ് വരുന്നത്. നല്ല ക്ലീൻ വാട്ടറാണ്, അടിപൊളിയാണ്. അടിപൊളി ഏരിയ, അടിപൊളി തെറ്റിട്ടു. ഇതാണ് മീൻതുള്ളിപ്പാറ അല്ലേ? മീൻതുള്ളി ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം സമയം ഏതാ 4 മണി 6 നമ്മളൊന്നും കഴിച്ചില്ല, ഫുഡൊന്നും കഴിച്ചില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഫുഡൊന്നും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഫുഡൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നല്ലൊരു കുളി വാസമാക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ പോവാം. അടുത്ത നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് കരിയാത്തൻപാറ. അവിടെ പോയിട്ട് ഒരു വിശാലമായ ഒരു കുളി പാസ്സാക്കിയിട്ട് നേരെ വീട്ടിലേക്ക്. അതാണ് ഇപ്പോഴത്തെ അല്ലേ. അതിൻ്റെ മുന്നേ ഒന്ന് കഴിക്കണം എവിടെന്നെങ്കിലും. ഇത് ഉള്ളോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഹോട്ടലും അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. ഇല്ല അങ്ങനെ പറയാല്ലേ, ഇല്ല. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കഴിക്കണം. ഫോണിലാണെങ്കിൽ ചാർജ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം കുറച്ച് പണികളുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ അടുത്ത യാത്ര അവസാനത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കരിയാത്തൻപാറ. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. വാ, അവിടെ ഭാഗത്ത് വെച്ചു. അങ്ങനെ നമ്മളിതാ ഈ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത് തോണിക്കടവാണ് നമ്മുടെ അവസാന ഡെസ്റ്റിനേഷൻ. അപ്പം ആ ഒരു ആംബിയൻസും ആ ഒരു പൊടിമഴയും കാര്യങ്ങളും ഫുള്ളുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം കണ്ട മരത്തിന് ഇവിടെ ഉണ്ട് ഒരു വാച്ച് ടവർ. അപ്പം അവിടെ പോയിട്ട് അതിൻ്റെ അവസാനത്തെ വ്യൂ നോക്കാം എന്താ അവസ്ഥ. നമ്മുടെ ലാസ്റ്റ് ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഒരു വാച്ച് ടവർ കൂടി കണ്ടിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഇനി അടുത്തൊരു പുതിയ യാത്ര ആയിട്ട് വീണ്ടും കാണാം. ഇതാണ് വാച്ച് ടവർ. ഇതാണ് അറ്റ്ലീസ്റ്റ് വാച്ച് ടവർ. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇറ്റ്സ് സംതിങ് അമേസിങ് ആയിരിക്കും. നമുക്കെന്തായാലും വ്യൂ ഒന്ന് പോയി നോക്കാം. അവിടെ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്, ടീ കോഫി സ്നാക്സ്. അവിടെ നിന്ന് നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നമ്മൾ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്ന അവസാനത്തെ വ്യൂ പോയിന്റ്. സോ തോണിക്കടവ് വ്യൂ പോയിന്റ്. ഇപ്പം സമയം 5 മണിയായി. 5 മണിക്ക് ഏകദേശം ഇവിടെ ഇപ്പം കൂട്ടം പോകണം. ഏകദേശം 5:30-6 മണി വരെ ഉള്ളൂ. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഷോർട്ടായിട്ട് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. സ്റ്റണ്ണിങ് ഗൈസ്. അങ്ങനെ കരിയാത്തൻപാറ എത്തി. പക്ഷേ ഭാഗ്യമില്ല, കുളിക്കാനുള്ള ഭാഗ്യമില്ല. റെഡ് അലർട്ടാണ്. അപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വിടുക എന്നാണ് പറഞ്ഞത് അവിടുന്ന് സെക്യൂരിറ്റി ഗൈസ്.
അപ്പം ലാസ്റ്റത്തെ അല്ലേ ലാസ്റ്റ് സ്പോട്ടാണിത് കരുത്തമ്പാറ. ഇത് നമ്മൾ ഓൾറെഡി അവിടെ പോയപ്പോൾ നമ്മൾ ഓൾറെഡി ഇറങ്ങിയ ആ സാധനം തന്നെയാണ് ഇത്. അതിൻ്റെ വേറെ വെർഷനാണെന്നുള്ളൂ ഏകദേശം. അപ്പം ഇതാണ്. അപ്പം ഇന്നത്തെ ഡേ അല്ലേ, ഇന്നത്തെ ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം നമ്മൾ എല്ലാ ഏരിയയിലും നമ്മൾ പോയിട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങോട്ട് തൃപ്തിയാവുന്നില്ല ഇവിടുത്തെ. പക്ഷെ അത് പണ്ട് കാര്യമില്ല, സേഫ്റ്റി. അപ്പം അതുകൊണ്ട് അത് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് അല്ലേ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് അരുൺ, ദിസ് ഈസ് അശ്വിൻ. വി ആർ സൈനിങ് ഓഫ്.